ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആണ്. ആൾക്കൊരു ചെരുപ്പെടുക്കാൻ നമുക്ക് പോകാം, കമോൺ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിലേക്ക് എത്തി. ചെരുപ്പെല്ലാം കണ്ടപ്പോൾ കാണുന്ന അങ്ങ് ഇഷ്ടപ്പെടുക. ഞങ്ങൾ 3 പേർക്ക് 3 അഭിപ്രായം. അവസാനം ഞങ്ങൾ 3 പേരുടെ ഇഷ്ടത്തിൽ 3 അങ്ങ് എടുത്തു. 3 ഞാൻ അങ്ങ് ഇട്ടു നോക്കി. അപ്പോൾ ഫൈനലി ഒരെണ്ണം കിട്ടി. ഏത് ടെൻഷൻ ഇടയിലാണെങ്കിലും ക്യാമറ ഒന്ന് ഓണാക്കിയാൽ അപ്പം ഞങ്ങൾ സ്പോട്ടിലെത്തും. കണ്ടില്ലേ? അവസാനം നമ്മൾ ഗിഫ്റ്റൊക്കെ സെലക്ട് ആക്കി അതൊരു ഗിഫ്റ്റ് പേപ്പറിലാക്കുന്ന സമയമാണ് ഒരു മിറർ കണ്ടത്. പിന്നെ നമ്മൾ വിടുമോ? പിന്നെ അതിൻ്റെ മുന്നേ കുറച്ച് ക്യൂട്ട്നെസ്സൊക്കെ കാണിച്ച് നിൽക്കുമ്പോഴാണ് ഗിഫ്റ്റ് റെഡിയായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ ഹോസ്പിറ്റലൊക്കെ എത്തി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഹോസ്പിറ്റലിൽ വന്നതെന്ന്. അത് ആൾക്ക് കുഞ്ഞുവായ ഉണ്ടായിട്ട് 2 ദിവസമായിട്ടുള്ളൂ. ആ സെയിം ടൈമിൽ തന്നെയാണ് ആളുടെ ബർത്ത്ഡേ. അപ്പോൾ ഇവിടെ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ ആളെ കാണാൻ പോവുകയാണ്. എൻ്റെ കയ്യിലാണ് ഗിഫ്റ്റൊക്കെ തന്നത്. കാരണം എന്നെ മുൻപ് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഒരു വലിയ സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനാണ് കൊടുക്കാൻ പോകുന്നത്. ഉമ്മ എന്നെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ഞാൻ ഇനി റൂം മാറി വന്നതാണോ എന്ന്. അപ്പം ഞാൻ അകത്തേക്ക് കയറി വന്നപ്പോൾ പുറകിലുള്ള ക്യാമറമാനെ കണ്ടപ്പോഴേ ആ ഡൗട്ട് അങ്ങ് ക്ലിയറായി. അങ്ങനെ ഞങ്ങൾ പുറകെ വന്ന് ആൾക്കൊരു ചെറിയ സർപ്രൈസ് ഒക്കെ കൊടുത്തു. ആ ഗിഫ്റ്റ് കൊടുക്കുന്ന ആളാണ് ഹസ്ബൻഡ്. അതാണ് നമ്മുടെ ചങ്ക്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യാൻ പോവാണ്. കേക്ക് ഞാൻ കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഈ ഒരു ഡിസൈൻ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ വിചാരിച്ചതിനേക്കാൾ നല്ല ഡിസൈനും അതിനേക്കാൾ നല്ല ടേസ്റ്റുമായിരുന്നു. പിന്നെ നമ്മൾ കേക്കൊക്കെ കൊടുത്ത് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ ഇറങ്ങാമെന്ന് കരുതി. പിന്നെ പുറത്തേക്ക് വന്നപ്പോഴാണ് നല്ല അടിപൊളി മഴ. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അതും കഴിഞ്ഞ് കുറേ നേരം കൂടെ വെയിറ്റ് ചെയ്തു. പിന്നെ ഒന്നും നോക്കിയില്ല. മഴ നനഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ കലാപരിപാടികൾ അങ്ങനെ അവസാനിച്ചു. അപ്പോൾ ഓക്കെ, ബൈ.